നമസ്കാരം. തൃശ്ശൂരിൽ ബി.ജെ.പി. തന്നെ എടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. 5 വർഷം കൊണ്ട് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റ് ഉൾപ്പെടെ സുരേഷ് ഗോപി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. 2019 ടി.എൻ. പ്രതാപൻ തൃശ്ശൂർ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടത് ഒരർത്ഥത്തിൽ വലിയൊരു തെറ്റ് പറ്റിയെന്ന് തോന്നിയതുകൊണ്ടാകാം ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതെന്ന് എടുത്തു പറയണം. 2019 39.83% വരെ വോട്ടുകൾ തൃശ്ശൂരിൽ നേടിയ UDFന് എക്സിറ്റ് പോൾ ഫലത്തിൽ സുരേഷ് ഗോപി ഇക്കുറി തൃശ്ശൂർ പിടിക്കുമെന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ UDF ക്യാമ്പിൽ തന്നെ വലിയ ഷോക്കായി എന്ന് തന്നെ പറയണം. 2019 ടി.എൻ. പ്രതാപന് ബി.ജെ.പിയേക്കാൾ 1.22 ലക്ഷം വരെ വോട്ടുകൾ മുന്നിൽ നിന്നു. 5 വർഷം കൊണ്ട് എന്താണ് തൃശ്ശൂരിൽ നടന്നത് എന്നതിനെപ്പറ്റി കോൺഗ്രസിന് തന്നെ ഒരു വ്യക്തമായ ധാരണയില്ല. അതായത് അവിടെ വലിയ തോതിൽ കോൺഗ്രസ് നേതാക്കൾ അവരുടെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് നൽകി എന്നതാണ് വസ്തുത. ടി.എൻ. പ്രതാപനെ പോലെ ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നതിലും സംശയമില്ല. നാളെ സുരേഷ് ഗോപി ജയിക്കുമ്പോൾ ഒരുപക്ഷെ തൃശ്ശൂർ DCCയിൽ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു അടി തന്നെ അവിടെ സംഭവിക്കാം. മോദിയുടെ ഗ്യാരണ്ടി തൃശ്ശൂരിൽ ഇറക്കി 2 തവണ തൃശ്ശൂരിൽ സന്ദർശനം നടത്തിയ മോദിയുടെ വിജയം കൂടിയാകും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം. എന്തായാലും മണ്ഡലത്തിൽ വികസനത്തിന് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ വരവ് ആശ്വാസകരമാണ്. ലൂർദ് പള്ളിയിൽ മാതാവിന് കിരീടം നൽകിയത് ചെമ്പാണ് അധികമെന്ന് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ പീഡിപ്പിച്ചത് തുടങ്ങിയ തൃശ്ശൂർ ജില്ലയെ സുരേഷ് ഗോപിക്കെതിരെ LDFും UDF ക്യാമ്പുകളും ഉയർത്തിയ കള്ളക്കഥകൾ ജനം പ്രതിപക്ഷത്തിന് നൽകുന്ന ഒരു മറുപടി കൂടിയായിരിക്കും നാളെ വരാൻ പോകുന്നത്. പത്മജ വേണുഗോപാലിന്റെ ഫാക്ടർ മുതൽ തൃശ്ശൂർ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ UDFനെയും തിരിഞ്ഞു കൊത്തുമെന്നതിലും സംശയമില്ല. കാരണം തൃശ്ശൂർ UDFിൽ ഭൂരിഭാഗം നേതാക്കളും K. മുരളീധരനോട് താല്പര്യമില്ലാത്തതാണ്. അധികാരത്തിന്റെ കസേര മോഹിച്ചു നടക്കുന്ന വ്യക്തിയാണ് K. മുരളീധരൻ എന്നതിലും ഒരു സംശയവുമില്ല. സുരേഷ് ഗോപി ഇത്തവണ ജയിച്ചു കയറിയാൽ തങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെടുമെന്ന ഭയം CPMനും CPI ക്യാമ്പുകൾക്കുമുണ്ട്. അതിനാൽ CPM CPI നേതാക്കളും സുരേഷ് ഗോപിയുടെ വിജയം പ്രഖ്യാപിക്കുന്ന എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുകയാണ്. കരുവന്നൂർ ബാങ്കിലെ വിഷയം മുതൽ EP ജയരാജൻ BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വരെ CPMനെ പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങൾ നിലനിൽക്കെ സുരേഷ് ഗോപി ജയിച്ചാൽ അത് പാർട്ടിയെ കൂടുതൽ നാണക്കേടിലാക്കുമെന്ന് CPM നേതാക്കൾ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ജയിക്കാതെ ഇരിക്കാൻ വ്യാജ പ്രചാരണങ്ങൾ പടച്ചുവിടുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ തിരിച്ചുപിടിച്ച് പാർട്ടിയുടെ പഴയ സ്വാധീനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുത്തനായ VS സുനിൽകുമാറിനെ തൃശ്ശൂരിലേക്ക് കളത്തിലിറക്കുന്നത്. CPM സുനിൽകുമാറിനെ ഒറ്റി എന്ന പ്രചാരണം ശക്തമാകും എന്നതിലും സംശയമില്ല. അങ്ങനെ വന്നാൽ CPM CPI ബന്ധത്തിൽ ഒരു വിള്ളൽ തന്നെ വീഴും എന്നതിൽ സംശയവുമില്ല. ഈ വർഷം തൃശ്ശൂരിൽ നടന്ന തൃശ്ശൂർ പൂരത്തിൽ പിണറായി വിജയൻ സർക്കാർ അവിടെ കാണിച്ച തോന്നിവാസങ്ങൾ അവസാനം സുരേഷ് ഗോപിയാണ് ഇടപെട്ട് അതിനെയെല്ലാം കറക്റ്റാക്കി തൃശ്ശൂർ പൂരം വൈകിയാണെങ്കിലും അവിടെ തൃശ്ശൂർ പൂരം ഇറങ്ങിയരുത്. അങ്ങനെ ഒരർത്ഥത്തിൽ തൃശ്ശൂർ ജനതയ്ക്ക് സുരേഷ് ഗോപിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ വിശ്വാസം കൂടുതലായി വർദ്ധിച്ചു എന്ന് വേണം പറയാൻ. LDFും UDFിലെയും നേതാക്കൾ ഒരു പ്രയോജനമില്ലാത്ത അവരുടെ നേതാക്കളെ വിജയിപ്പിക്കുന്നതിന് പകരം സുരേഷ് ഗോപിയെ വിജയിച്ചാൽ അവർക്ക് ലാഭകരമാണ് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് എല്ലാവരും സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്തതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനി നാളെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും.